ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്ന രൂപത്തിൽ തന്നെയാണ് CPM ഈ വിഷയത്തെയും കാണുന്നത്. മുഖ്യമന്ത്രിയുടെ മകളിൽ നിന്ന് പോയി നേരെ മുഖ്യമന്ത്രിയിലേക്ക്. അത് പരാതിക്കാരനായ ഷോൺ ജോർജ് തുറന്നു തന്നെ പറയുന്നുണ്ട്. തന്റെ ഉദ്ദേശം, തന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനോട് ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. അതിലപ്പുറം ഈ കേസിന്റെ സാധ്യതകൾ, ഈ കാര്യത്തിൽ SFIO ഏത് ഘട്ടം വരെ പോകും എന്നുള്ള സംശയമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസികളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അപ്പുറത്ത് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പ്രതിനിധി ഏതായാലും ഈ ചർച്ചയിലില്ല. ഞാൻ ശ്രീ അസഫ് അലിയെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് മറുപടി പറയാം. നമ്മുടെ മുന്നിലുള്ള കേസ് എന്താണ്? എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIO അന്വേഷിക്കുന്ന കേസ് എന്താണ്? അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. മറ്റു വിഷയങ്ങളിലേക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഞാൻ മറ്റു വിഷയങ്ങൾ സംസാരിച്ച് കളയണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, 2023 മുതൽ നടക്കുന്ന അന്വേഷണമാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ പറയുന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ തുടർച്ചയായി ചർച്ച നടത്തിയിരുന്ന സമയത്ത് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇത് വീണ വിജയൻ കക്ഷിയായിട്ടുള്ള ഒരു കേസേ അല്ല, അവർ ആ കേസിലൊരു പാർട്ടിയല്ല, അവർക്ക് അതിൽ അവരുടെ വാദങ്ങൾ പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ മുകളിൽ വീണ വിജയൻ ഏതെങ്കിലും നിലയിലുള്ള ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ല. അവരങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ എന്താണ് അവർക്കെതിരെ ഒരു അന്വേഷണം നടത്താത്തത്? ഇതൊരു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മാത്രമല്ലേ എന്ന്. പക്ഷേ ഈ സമയത്തെല്ലാം CPM പ്രതിനിധികളും ഇടതുപക്ഷവും നമ്മുടെ മുന്നിൽ നിന്ന് ബോധപൂർവ്വം മറച്ചു പിടിച്ചിരുന്ന ഒരു കാര്യം, 2021 മുതൽ തന്നെ വീണ വിജയന്റെ കമ്പനിയുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ റജി ലൂക്കോസ് പറഞ്ഞു, ഇടതുപക്ഷമോ സർക്കാരോ ഒന്നും അല്ലല്ലോ കോടതിയിൽ പോയിട്ടുള്ളത്, വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയല്ലേ പോയതെന്നാ. കർണാടക ഹൈക്കോടതിയിൽ പോയതാണ് വീണ വിജയൻ. ഇന്നലെ കേരള ഹൈക്കോടതിയിൽ പോയത് KSIDC ആണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. കേരള ഹൈക്കോടതിയിൽ പോയിട്ട് അന്വേഷണം വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം എന്താ? KSIDCക്ക് 13% ഷെയറുള്ള CMRലാണ് വീണ വിജയൻ ഒരു ആവശ്യവുമില്ലാണ്ട്, ഒരു സർവീസും കൈപ്പറ്റാണ്ട് 1,72,00,000 രൂപ 3 കൊല്ലത്തിനിടയിൽ കൊടുത്തത്. അപ്പോൾ സ്റ്റേറ്റും ഈ കാര്യത്തിൽ അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള വഴി പരിശ്രമിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ വന്ന പശ്ചാത്തലത്തിലാണ് വീണ വിജയൻ നേരിട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ അവർ പറയുന്നതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രൊസീജിയറിനെ പറ്റി അവർ പറയുന്നുണ്ട്. അതായത് 2021 ജനുവരി മാസത്തിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 206 പ്രകാരമുള്ള അന്വേഷണം ഇവരുടെ കമ്പനിക്കെതിരെ നടന്നിരുന്നു. അതായത് ഇവരുടെ കമ്പനി നിയമപ്രകാരം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യുകയും ഇവരുടെ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 ഫെബ്രുവരിയിൽ ഇവർ ചില ഡോക്യുമെന്റുകൾ കൊടുത്തു. ഈ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റുകളൊന്നും തൃപ്തികരമല്ലെന്നും ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതല്ല എന്നും കാണിച്ചുകൊണ്ട് 2021 ഒക്ടോബർ മാസത്തിൽ രണ്ടാമത് വീണ്ടും ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യുകയും നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 നവംബർ മാസത്തിൽ കമ്പനിയുടെ പ്രതിനിധിയും ശേഷം 2022 വീണ വിജയൻ നേരിട്ടിട്ടും ഈ പറയുന്ന രജിസ്ട്രാറിന് മുന്നിൽ ഹാജരായിട്ട് തങ്ങളുടെ ഭാഗം ബോധിപ്പിച്ചു. അവിടെയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 210 പ്രകാരം 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവർക്കെതിരെ ആരംഭിക്കുന്നു. കമ്പനീസ് ആക്ടിൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തുന്ന വകുപ്പാണ് 210. ഒരു കമ്പനി കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, കമ്പനീസ് ആക്ട് അവർക്ക് മേലെ നിർദ്ദേശിച്ചിട്ടുള്ള നിയാമകമായിട്ടുള്ള ചട്ടക്കൂടുകൾക്ക് ഉപരിയായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സെക്ഷൻ 210 ഇൻവോക്ക് ചെയ്യുന്നത്. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവർക്കെതിരെ നടത്തി. ഇൻവെസ്റ്റിഗേഷനിൽ എന്ത് ബോധ്യപ്പെട്ടു? ഇവരുടെ കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും വിധേയമായിട്ടല്ല, സീരിയസ് ഫ്രോഡുകൾ ഇവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 ജനുവരി 31 സെക്ഷൻ 212 പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉത്തരവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ SFIOയുടെ അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന സാധനമല്ല. 2021 മുതൽ തുടർന്നു വരുന്ന 206 പ്രകാരമുള്ള ഫർണിഷിംഗ് ഓഫ് ഡീറ്റെയിൽസ്
പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതിനെ തുടർന്നിട്ടുള്ള ഡയറക്റ്റ് ഹിയറിംഗ്, അതിനുശേഷമുള്ള 2022 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഒരു കൾമിനേഷനിലാണ് ഒരു സീരിയസ് ഫ്രോഡ് പ്രൈമ ഫേസി എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷമാണ് പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് SFIയോട് അന്വേഷണം നടന്നിട്ടുള്ളത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ധാർമ്മികതയൊക്കെ പറ്റി പറയാൻ മൗലികമായിട്ട് ഒരു അടിത്തറയുള്ള ആളുകൾ ഈ ഘട്ടത്തിൽ തന്നെ രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം എന്താ, there is a prima facie case against them. പ്രഥമ ദൃഷ്ടിയാൽ അവർക്കെതിരെ ഒരു കേസ് ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് നടക്കാനുള്ളത്? ഇത് ശരിക്കും ഇതിൽ നടക്കേണ്ടത് റെയ്ഡും പിന്നെ അറസ്റ്റുമാണ്. ഈ സെക്ഷൻ 212 നമ്മൾ കമ്പനീസ് ആക്ടിലെ തന്നെ മിനി ആക്ട് എന്നാണ് വിളിക്കുക. കാരണം ഒരു പ്രത്യേക നിയമം തന്നെയാണത്. ഒരു പ്രത്യേക ഏജൻസിയെ സ്ഥാപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നിയമമാണ്. അതിൽ ഈ പറയുന്ന SFIയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അറസ്റ്റ് നടത്താനുള്ള അധികാരം, എങ്ങനെയൊക്കെയാണ് ബെയിൽ കൊടുക്കാനുള്ള അധികാരം, തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് കോൾ ഫോർ ചെയ്യാനുള്ള അധികാരം, റെയ്ഡ് നടത്താനുള്ള അധികാരം, ഇങ്ങനെ ഒരു പ്രത്യേക ഏജൻസിയുടെ തന്നെ ചിട്ടപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരു ഏജൻസിയുടെ അന്വേഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ കാര്യം കംപ്ലീറ്റ്ലി എന്താണ് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പൊതുസമൂഹത്തെ അറിയിക്കാതെയാണ് ഞങ്ങൾ കക്ഷിയല്ലാത്തൊരു കേസിൽ ഞങ്ങൾക്കെതിരെ വന്നൊരു പരാമർശം മാത്രമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യം എന്നിവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിരുന്ന എല്ലാ വിശദീകരണങ്ങളും നുണയാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഭാര്യയുടെ പെൻഷൻ തുക മൂലധനമായിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ, കമ്പനിയുടെ ഡയറക്ടറിൽ നിന്ന് 78 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടാണ്, അതായത് കമ്പനിയുടെ ഏക ഡയറക്ടറായിട്ടുള്ള സിംഗിൾ ഡയറക്ടറായിട്ടുള്ള തൈക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന എന്താണ് ലോൺ ആയിട്ട് വെച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥയ്ക്കാണ് 2003, 2004 കാലഘട്ടത്തിലാണ് അവർ റിട്ടയർമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് 78 ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്? ഇത് യഥാർത്ഥത്തിൽ നിയമസഭയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അവിടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നോക്കൂ, ഞാൻ അതിന്റെ ഒരു പ്രോഗ്രഷനാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് അവർക്ക് പറയേണ്ടി വരും. ഇവിടെ നോക്കൂ, ഇവർ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന മൂന്നാമത്തെ ഘട്ടമായപ്പോഴേക്കും ഇവർ ഈ കമ്പനി തന്നെ വേണ്ടാന്ന് വെച്ചു. 2022 ആയപ്പോഴേക്കും 100 കോടി രൂപ ടേൺ ഓവറൊക്കെ ഉള്ള രാജ്യത്തൊരു വലിയ IT കമ്പനിയാണെന്ന് പറഞ്ഞിരുന്ന സംഭവം ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും ശേഷം SFIയുടെയും അന്വേഷണം വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടതിൽ ഈ കമ്പനി തന്നെ വൈൻഡപ്പ് ചെയ്തിട്ട് ഡയറക്ടർ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ കമ്പനി മാത്രമല്ല, ഈ CMRലുമായി ബന്ധപ്പെട്ട് വീണ വിജയന് 77 ലക്ഷം രൂപ ഈ ശശിധരൻ കർത്തയുടെ ഭാര്യ ഡയറക്ടറായിട്ടുള്ള എംപയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ 2022 തന്നെ എംപയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ പറയുന്നത് എന്താണ്, CMRൽ ഈ പറയുന്ന സർവീസ് ഒന്നും അവൈൽ ചെയ്യാണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത ലോണാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. അതല്ല പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഒരു സർവീസും കൊടുക്കാണ്ട് ഇവർക്ക് 1.25 കോടി കിട്ടിയതെന്ന്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു എന്താ പറയുക, ഒരു പൊതുസ്ഥാപനമായിട്ടുള്ള KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 13% ഷെയറുള്ള കമ്പനിയാണ് CMRL. അതിലൊരു ഡയറക്ടർ KSIDCയുടെ ഡയറക്ടറാണ്. അങ്ങനെയുള്ള ഒരു പൊതുസ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത പൈസ കൊടുക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അധികാര ദുർവിനിയോഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വകുപ്പ് കൂടിയുണ്ട്. ഇനി ഇതിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇവരിപ്പോൾ പറയുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ വീണ വിജയന്റെ അഫിഡവിറ്റ് എടുത്ത് നോക്കൂ. കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ദുരുദ്ദേശം ഉള്ളതുകൊണ്ടോ താല്പര്യമുള്ളതുകൊണ്ടോ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതല്ല ഇവർ പറയുന്നത്. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്താ, 210 സെക്ഷൻ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടന്നു വന്നിരുന്ന സാഹചര്യത്തിൽ 212 പ്രകാരം SFIനെ ഏൽപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെ തുടർന്നു കൊണ്ടുപോയാൽ മതി എന്നാണ്. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഒരു അന്വേഷണത്തെയും ഭയമില്ല, നിങ്ങളുടെ കൈകൾ സുതാര്യമാണ്, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നു. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇതിനെ തടയാൻ വേണ്ടി നിങ്ങൾ വീണ്ടും പൊതുഖജനാവെന്ന് പണം എടുത്ത് കൊടുക്കുകയാണ്. KSIDC സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ കൊണ്ടുവന്ന് 2 ദിവസം കേസ് നടത്തിയിട്ട് 1.5 കോടി രൂപയാണ്. ആരുടെ പണമാണ് കൊടുക്കുന്നത്? വീണ്ടും സാധാരണക്കാരന്റെ പണം എടുത്തിട്ടാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.